നമസ്കാരം. 2024 മെയ് മാസം നടക്കാനിരിക്കുന്ന ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാഴാഴ്ച അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി ഗവൺമെന്റ് 11.11 ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ GDPയുടെ തന്നെ 3.4% വരുന്ന ഇത്രയും വലിയ ഒരു തുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നീക്കിവെച്ചത് വഴി വരുന്ന 5 വർഷത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗവൺമെന്റിന്റെ ഒരു പ്രൈം ഫോക്കസ് ഇവന്റ് ആയിരിക്കും എന്നുള്ള സൂചനയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ 200 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുകയും എന്നാൽ വരും വർഷങ്ങളിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഇരട്ടിയാക്കാൻ ശേഷിയുള്ളതുമായ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ 2 ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സ്റ്റോക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കിനെ പരിചയപ്പെടാം. ബുക്കിന്റെ പേര് ഹൗ ടു പിക്ക് സ്റ്റോക്സ്. ഹൗ ടു പിക്ക് സ്റ്റോക്സ് പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പല ബുക്കുകളും അടങ്ങിയിരിക്കുന്ന ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ് കുക്കു FM. കുക്കു FMൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലെയും പ്രശസ്ത സാഹിത്യകാരന്മാരുടെയും പല ബുക്കുകളും ഓഡിയോ സമ്മറി രൂപത്തിൽ കുക്കു FMൽ ലഭ്യമാണ്. ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു FM ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുക്കു FMന്റെ ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കും. ഇതിനുവേണ്ടി വെൽത്തി 50 എന്ന കോഡ് നൽകാവുന്നതാണ്. 200 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നതും വരും സമയങ്ങളിൽ ഉയർന്ന റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ ഒന്നാമത്തെ സ്റ്റോക്കാണ് ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ഇന്ന് 1.3% ഉയർന്ന് 202 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1400 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 51.25, ഡിവിഡൻഡ് യീൽഡ് 0.25%. സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 208 രൂപ 25 പൈസ, 52 വീക്ക് ലോ 117 രൂപ. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി 2015 എസ്റ്റാബ്ലിഷ്ഡ് ആയ കൺസ്ട്രക്ഷൻ സെക്ടറിലെ ഒരു കമ്പനിയാണ്. പ്രധാനമായും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് ആവശ്യമായ എയറേറ്റഡ് ഓട്ടോക്ലേവ്ഡ് കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് കമ്പനി സപ്ലൈ ചെയ്യുന്നത്. അതായത് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ഇഷ്ടിക, കോൺക്രീറ്റ് ബ്ലോക്കുകൾ എന്നിവ സപ്ലൈ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സെക്ടറിലെ ഒരു കമ്പനിയാണ് ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്. നെക്സ്റ്റ് ബ്ലോക്ക് എന്ന ബ്രാൻഡിന് കീഴിലാണ് കമ്പനി കൺസ്ട്രക്ഷൻ ബ്ലോക്കുകൾ സപ്ലൈ ചെയ്യുന്നത്. 1436 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52, ROE 49.9, ROCE 35.7. L&T ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കും ഇഷ്ടികകൾക്കും വേണ്ടി ആശ്രയിക്കുന്ന ഒരു കമ്പനിയാണ് ബിഗ് ബ്ലോക്ക് എന്ന കമ്പനി. ഈ കമ്പനിക്ക് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണുള്ളത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് ഉയർന്നു കഴിഞ്ഞു. 58 കോടിയിൽ നിന്നും 61 കോടിയിലേക്കാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ സെയിൽസ് ഉയർന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ 25% നിന്നും 26% മെച്ചപ്പെടുത്തുകയും നെറ്റ് പ്രോഫിറ്റ് 7.5 കോടിയിൽ നിന്നും 8.6 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 19%, പ്രോഫിറ്റ് ഗ്രോത്ത് 132%, ROE 37%. പ്രൊമോട്ടേഴ്സിന് 72.27% സ്റ്റേക്ക് ഹോൾഡിംഗും പബ്ലിക്കിന് 27.73% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. സ്റ്റോക്ക് 200 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് 200 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ അപ്സൈഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് വിഷ്ണുപ്രകാശ് ലിമിറ്റഡ്. വിഷ്ണുപ്രകാശ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ന് 0.49% ഉയർന്ന് 213 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. എയർടെൽ ഡേറ്റിൽ ഫ്ലാറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം 23% റിട്ടേൺ ആണ് നൽകിയത്. വിഷ്ണുപ്രകാശ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. 1986 എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനി സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഓട്ടോണോമസ് ബോഡികളുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബോഡികളുടെയും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രധാനമായും റെയിൽ പ്രോജക്റ്റ്, റോഡ് പ്രോജക്റ്റ്, വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് എന്നിവയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ 6183 കോടി രൂപയുടെ ഓർഡറുകൾ കമ്പനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2384 കോടി രൂപയുടെ ഓർഡർ കമ്പനി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് പ്രധാനമായും ഓർഡർ ലഭിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. 61% ഓർഡറും രാജസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നു.
16% ഓർഡർ ഉത്തർപ്രദേശിൽ നിന്നും, 9.46% ഓർഡർ മണിപ്പൂരിൽ നിന്നും, 5.59% ഓർഡർ ഉത്തരാഖണ്ഡിൽ നിന്നും, 5.5% ഓർഡർ ആസാമിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നു. കമ്പനിയുടെ ROE 38.3, ROCE 33.9, വാല്യൂഷൻ 29.3. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 46%, 3 വർഷത്തെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 93%, 3 വർഷത്തെ ROE 32%. 514 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 321 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 67% സ്റ്റേക്ക് ഹോൾഡിങ്ങും, FAസിന് 3% സ്റ്റേക്ക് ഹോൾഡിങ്ങും, DIസിന് 4.9% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. വിഷ്ണുപ്രകാശ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 200 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് കഴിഞ്ഞ 2 മാസമായി സസ്റ്റെയിൻ ചെയ്യുന്നു. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ഗ്രാജുവലി വിഷ്ണുപ്രകാശ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും മികച്ച റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്